ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ആവശ്യമായ എല്ലാവിധ ന്യൂട്രിയൻസുമുള്ള ഹെൽത്ത് മിക്സ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കറുത്ത കടല, വെള്ളക്കടലേക്കാളും ഒത്തിരി ഗുണങ്ങൾ ഈ കറുത്ത കടലയ്ക്കാട്ടോ. പിന്നെ പയർ, വാൽനട്ട്, സൺഫ്ലവർ സീഡ്, കാഷ്യൂനട്ട്, പിന്നെ അത് കഴിഞ്ഞ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഉഴുന്നൊരു ചെറിയ എമൗണ്ട് മാത്രമേ നമ്മൾ കുറുക്കിന് വേണ്ടി എടുക്കുന്നുള്ളേ. അത് കഴിഞ്ഞിട്ട് നെല്ല് കുത്തരി എന്നൊക്കെ പറയത്തില്ലേ, നല്ല തകിടുള്ള പൊടിയരി കഞ്ഞി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അരി. പിന്നെ പംകിൻ സീഡ്, പിന്നെ കപ്പലണ്ടി, അത് കഴിഞ്ഞിട്ട് കോണ്, പിന്നെ നമുക്ക് ബദാം, പിന്നെ ഇതിൽ ഈന്തപ്പഴം കാണിക്കുന്നുണ്ട്. ഈന്തപ്പഴം ഞാൻ ആക്ച്വലി ഇതിന് വേണ്ടി മേടിച്ചതല്ല, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയത്തില്ലേ അത്. പിന്നെ ഈ ഒരു ചുവന്ന പരിപ്പ്, സാമ്പാർ പരിപ്പ് അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ കുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് ആദൂട്ടെന്താ അവൻ്റെ പരിപാടിയിലേക്ക് കടന്ന് കലാശക്കൊട്ടാട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഇപ്പോൾ കടല, പയർ അങ്ങനെ ഓരോന്നിനും പല മൂപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിനെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് നമ്മൾ അതായത് മാവൊക്കെ അരിക്കത്തില്ല, അതുപോലെ അരിച്ച് അതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അതിനെ മിക്സിയിലിട്ട് പൊടിച്ച് വീണ്ടും അരിച്ച് അങ്ങനെ കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള പൊടിയെടുത്തിട്ട് അതിനെ കട്ടയൊന്നും ഇല്ലാണ്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. പിന്നെ തേങ്ങാപ്പാലാട്ടോ എടുത്തിരിക്കുന്നത്. 1 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പശുവും പാൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കർക്കണ്ട്, പനങ്കർക്കണ്ടാണ്. അതിനെ നമ്മൾ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച് അതിലെ അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ച് ഇതുപോലെ ഒരു തൂക്കുപാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത് ആവശ്യത്തിന് അതുകൂടി എടുത്തിട്ടുണ്ട്. എപ്പോഴും മധുരം കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ശീലിപ്പിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതെല്ലാം ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുറുക്കി ധാന്യമായതുകൊണ്ട് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേന് നമ്മുടെ കുറുക്ക് റെഡി. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ.